പറയുന്നത്. ഒരക്ഷരം വാ തുറന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഗവൺമെന്റിനെതിരെ സംസാരിക്കുന്നവരാ. അതുകൊണ്ട് ഒന്നും ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ അനാസ്ഥയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന പ്രധാന വിഷയം. കേരളം പക്ഷെ വിശ്വസിക്കുന്ന ജനങ്ങളാണ് മണ്ടര്. 1-ാം നമ്പർ ആണെന്നുണ്ടെങ്കിൽ ആരും വിദേശത്ത് പോകേണ്ട ആവശ്യം വരത്തില്ലല്ലേ, മന്ത്രിമാരടക്കം. ഞങ്ങൾ പാവപ്പെട്ടവരുടെ അവസ്ഥ ഇതാണ്. ഇത് കണക്ക് പലരും മിണ്ടാതെ പോകും. ഞങ്ങൾ ഇത് കണക്ക് മിണ്ടാതെ ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കും. ഇത് കണക്ക് വേറെ ഏതെങ്കിലും രോഗികൾക്ക് അവസ്ഥ വരും. ഇതൊക്കെ തന്നെയാണ് നടക്കുക. അവരെ ഡെലിവറിക്ക് മരുന്നെല്ലാം കുത്തിവെച്ച് എനിമയെല്ലാം കൊടുത്ത് ഉള്ളിലേക്ക് കയറ്റി കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞ് ഇവിടെ കറണ്ട് ഇല്ലാത്തത് ഒരു പ്രശ്നമല്ല, കറണ്ട് സാധാരണ ഇല്ലാത്തതാ. പക്ഷെ ഒരു താലൂക്ക് ഹോസ്പിറ്റൽ പോലെ ഒരു ഹോസ്പിറ്റലിൽ ജനറേറ്റർ ഇല്ല. ജനറേറ്ററിന് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അതിന് ഡീസൽ വാങ്ങിക്കാൻ പൈസ ഇല്ല. സൂപ്രണ്ടിന്റെ റൂമിലേക്ക് ഞാൻ ചെന്ന് കഴിഞ്ഞ 30-ാം തീയതി ഡെലിവറി പറഞ്ഞ രോഗിക്ക് ഇന്നലെ സർക്കാർ താലൂക്ക് ആശുപത്രിയിൽ രോഗിയെ പ്രവേശിച്ചപ്പോൾ സംഭവിച്ച, രോഗിക്ക് മരുന്നെല്ലാം കൊടുത്ത് എനിമയെല്ലാം കൊടുത്ത് പ്രിപ്പയർ ചെയ്തു. ഉടൻ തന്നെ അറിയുന്നു ആശുപത്രിക്കുള്ളിൽ കറണ്ടില്ല. ആ രോഗിയുടെ കൂട്ടിരിപ്പുകാർ ഡോക്ടറോട് ചോദിച്ചു, എന്താണ് കറണ്ടില്ലാത്തത്? കറണ്ടിന് ജനറേറ്ററില്ല. കേരളത്തിലെ ഒരു സർക്കാർ ആശുപത്രിയുടെ അവസ്ഥയാണ്. അതും ജില്ലാതലത്തിലേക്ക് ഉയരേണ്ട ഒരു താലൂക്ക് ആശുപത്രി. കറണ്ടില്ല എന്ന് പറഞ്ഞ് ഡോക്ടറോട് ചോദിച്ചപ്പോൾ അത് ജനറേറ്റർ വർക്ക് ആകുന്നില്ല എന്നാണ് പറഞ്ഞത്. ജനറേറ്റർ വർക്കാകാത്ത കാര്യം ചോദിച്ചപ്പോഴാണ് വ്യക്തമായിട്ട് കാര്യം മനസ്സിലാകുന്നത്. ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ ഡീസലില്ല എന്നുള്ളത്. ഒരു സുസജ്ജമായ സർക്കാർ ഈ കേരളത്തിൽ പ്രവർത്തിക്കുമ്പോഴും സാധാരണക്കാരുടെ ജീവന് ഒരു വിലയുമില്ലാതെ ഇങ്ങനെ പെരുമാറുന്നത് ശരിയല്ല. സെൻസേഷനിലായിക്കൊണ്ടിരിക്കുന്ന ഒട്ടനവധി വാർത്തകൾ ഇതിനോടകം തന്നെ കേരളത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാർക്ക് എത്രയും പെട്ടെന്ന് പ്രവേശിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ് സർക്കാർ ആശുപത്രികൾ. പക്ഷേ ആ സർക്കാർ ആശുപത്രികളിൽ വേണ്ട സഹായങ്ങൾ ഒരുക്കുന്നില്ല എങ്കിൽ ഇവർ പിന്നെ എങ്ങോട്ട് പോകും എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. 4-ാം വാർഷികം ആഘോഷിക്കുന്ന സർക്കാരിന് അടിച്ചുപൊളി പണത്തിൻ്റെ ഒരു ഭാഗം ജനറേറ്ററുകൾ വാങ്ങുവാൻ ഉപയോഗിക്കാമായിരുന്നില്ലേ എന്നുള്ള ചോദ്യം ജനങ്ങളിൽ നിന്ന് ഉയരുകയാണ്. ഇവിടെ ജനറേറ്ററില്ല എങ്കിലും ഞങ്ങൾ വിദേശത്തുള്ള ചികിത്സയ്ക്ക് പോകും എന്നാണ് മന്ത്രിമാരുടെ ദർശനം. പക്ഷേ നിങ്ങൾ വിദേശത്തേക്ക് പൊയ്ക്കോളൂ. സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളെ ഇതുപോലുള്ള പ്രശ്നങ്ങളിലേക്ക്, ദുസ്സഹമായ സാഹചര്യങ്ങളിലേക്ക് തള്ളിവിട്ടുകൊണ്ടാവരുത് നിങ്ങളുടെ അടിച്ചുപൊളി എന്ന് ഇത്തരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഓരോ പോസ്റ്റർ കാട്ടി ഇവരെല്ലാം ജനങ്ങളെ പറ്റിക്കുകയാണ്. LDF വരും, എല്ലാം ശരിയാകും എന്ന് ഒരിക്കൽ പറയുകയും ഇപ്പോൾ അടുത്ത നയവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്, തുടരും എന്ന്. ഞങ്ങളുടെ ഒരു പോസ്റ്റിന് താഴെ വന്ന ഒരു കമൻറ്റ് ഞാനിവിടെ വായിക്കുകയാണ്. തുടരും എന്നുള്ള വാചകത്തിന് മറുപടിയായി അവിടെ ഒരു പ്രിയപ്പെട്ടവൻ ഇട്ടിരിക്കുന്നത് തുടരും, പക്ഷേ അതൊരു 11 മാസം കൂടി മാത്രമേ ഉള്ളൂ എന്നാണ്. അങ്ങനെ ഒരു വാചകം ജനത്തിനെ കൊണ്ട് പറയിപ്പിച്ചതിനുള്ള പ്രധാന കാരണം ഇവരുടെ വാഹനത്തിന് ഓടുവാൻ ശരിക്കും ഡീസലില്ല എന്നുള്ളത് തന്നെയാണ്. സർക്കാർ ആശുപത്രിയിൽ ജനറേറ്റർ പ്രവർത്തിക്കാൻ ഡീസലില്ല എന്ന് പറഞ്ഞതുപോലെ ഈ സർക്കാരിന് മുന്നോട്ട് പോകാനുള്ള വാഹനത്തിലെ ഡീസലും യഥാസ്ഥിതിയിൽ തീർന്നിരിക്കുകയാണ് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അഭിപ്രായങ്ങൾ ആരും പറയരുത്. കാരണം അഭിപ്രായങ്ങൾ പറഞ്ഞാൽ അത് സർക്കാരിന് എതിരാണ് എന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കും. ഇതിനു മുൻപും ഇവിടെ ഒരു സർക്കാരുണ്ടായിരുന്നു, നല്ല ഭരണ സംവിധാനം ഉണ്ടായിരുന്നു. അന്ന് ആശുപത്രികൾ ഉണ്ടായിരുന്നു, ജനറേറ്ററുകൾ ഉണ്ടായിരുന്നു. ആ ജനറേറ്ററുകളിൽ ഡീസൽ ഉണ്ടായിരുന്നു. യഥാസ്ഥിതിയിൽ മുന്നോട്ട് പ്രവർത്തിക്കാനുള്ള കരുത്തും ആർജവും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ ഈ വാഹനത്തിന് മുന്നോട്ട് പോകുവാനുള്ള ഡീസൽ യഥാസ്ഥിതിയിൽ തീർന്നിരിക്കുകയാണ് എന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും സാധുക്കളെ കൈവിടാതെ പാവങ്ങൾക്കൊപ്പം നിൽക്കുന്ന സർക്കാർ ആശുപത്രികളെ നിങ്ങൾ ഉയർത്തി എടുത്തു കൊണ്ടുവരണം എന്നുള്ളൊരു റൂമിലേക്ക് ഞാൻ ചെന്ന് സൂപ്രണ്ട് വന്നിട്ടില്ല. അവിടെ ഒരു ലേഡി മാത്രമാണ് ഉണ്ടായിരുന്നത്. നേരത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ സൂപ്രണ്ടിനെ കാണാൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ബ്രദർ CRPF-ലാണ് വർക്ക് ചെയ്യുന്നത്. ഇന്ത്യ പാക് പ്രശ്നം നടക്കുന്നത് കൊണ്ട് ലീവ് കൊടുക്കാത്തത് കൊണ്ടും അവന് ഈ സമയത്ത് ഡോക്ടർമാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടറെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡോക്ടറിന്റെ സാലറിയിൽ നിന്ന് എടുത്ത് ആ ഡോക്ടറിനോടുള്ള വിശ്വാസം കൊണ്ടാണ് നമ്മൾ അവിടെ ആ ഹോസ്പിറ്റലിൽ പോയത്. നല്ലതായത് കൊണ്ട് ഒരു പ്രശ്നമില്ലല്ലോ. വലിയ